വാലുള്ള ആ. തെറ്റിദ്ധരിക്കണ്ട, അത് ആ ആണ്. സ്വാഗതം ഒരിക്കൽ കൂടി ക്ലബ് FM ലവ് ബൈറ്റ്സിൽ. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അങ്ങനെയായിരിക്കും നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാവുക, വാലുള്ള ആ ആ എന്ന്. പക്ഷെ എഴുതുമ്പോൾ വാലിനേക്കാൾ അതൊരു തുമ്പിക്കൈ നീണ്ടുവരുന്നത് പോലെയായിരുന്നു നമുക്ക്. സ്ലേറ്റിലെ ആദ്യത്തെ വാക്ക് അമ്മയാണെങ്കിൽ രണ്ടാമത്തേത് കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ കൗതുകമായിരുന്ന നെറ്റിപ്പട്ടം കെട്ടിനിന്ന ആന എന്ന വാക്കായിരിക്കും. ആ വാക്ക് എഴുതി തീർക്കുമ്പോൾ വല്ലാത്തൊരു തലയെടുപ്പായിരിക്കും നമുക്ക്, ആ അക്ഷരങ്ങൾക്കും കുഞ്ഞു മനസ്സിനും. ശരിയല്ലേ? ആനയെ കണ്ടിട്ടുണ്ട് അമ്പലത്തിലെ ഉത്സവത്തിൽ, അല്ലെങ്കിൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആരോ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് ആന എന്ന്. ആ ആന എഴുതി തീർക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം, അതോർത്തെടുത്താൽ അതിനിന്നും ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ കഴിയും നമ്മുടെ മുഖത്ത്. ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഗുഡ് ഈവനിങ് വൺസ് അഗെയിൻ. വെൽക്കം ബാക്ക് ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ ഇന്നും നിങ്ങളുടെ കൂടെയുണ്ട് ലവ് ബൈറ്റ്സുമായി. സ്ലേറ്റിൽ നമ്മൾ എഴുതി പഠിച്ച അക്ഷരങ്ങളെ ഓർക്കുകയാണ്, ആ നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണെന്ന് ലവ് ബൈറ്റ്സ്. സ്ലേറ്റിൽ ആദ്യം അമ്മയോ അച്ഛനോ ഒക്കെ എഴുതി തന്ന അക്ഷരങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ സ്കൂളിലേക്ക് കടന്നു പോയിട്ടുണ്ടാവുക. വളഞ്ഞും പുളഞ്ഞും ഒക്കെയുള്ള ഇടവഴികളിലൂടെയുള്ള യാത്ര, സ്കൂളിലേക്കുള്ള ആദ്യ യാത്ര. ഒരു പക്ഷേ അച്ഛൻ്റെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് പോകുന്ന ആ ദിവസം തന്നെ ആയിരുന്നിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര, ആദ്യത്തെ യാത്ര ആരംഭിക്കുന്നതും. ഒരു വശത്ത് അമ്മയുണ്ടാകും, മറുവശത്ത് അച്ഛനും. സന്തോഷത്തോടെ ബാഗും പുതിയ ഉടുപ്പും സ്ലേറ്റും ഒക്കെ പിടിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ ഒരാകാംക്ഷയുണ്ട്, എവിടേക്കാണ് ഞാൻ പോകുന്നത് എന്ന്. പിന്നീടത് ഒരു കരച്ചിലായി മാറും. അച്ഛനെയും അമ്മയെയും വിട്ട് ക്ലാസ്സിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആദ്യം അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ. പുറത്തുനിന്ന് പുറത്തെ ജനൽ വഴികളിലൂടെ അവർ നോക്കുമ്പോൾ അവരുടെ കണ്ണുകളും ഈറനണിഞ്ഞിട്ടുണ്ടാകും. വേദനയോടെയാണെങ്കിലും കുട്ടികൾ പഠിച്ചു വളരണ്ടേ, അല്ലേ? ആ ദിവസം കരഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ കുറവായിരിക്കും. അടുത്ത ഗാനം കേൾക്കാം ഇപ്പോൾ ക്ലബ് FM ലവ് ബൈറ്റ്സിൽ. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഗുഡ് ഈവനിങ്, വെൽക്കം വൺസ് അഗെയിൻ. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെയുണ്ട് ക്ലബ് FM ലവ് ബൈറ്റ്സുമായി. കൊതിപ്പിക്കുന്ന പലതും കാട്ടി സ്കൂളിലേക്കുള്ള വഴി പിന്നെയും പിന്നെയും നമ്മളെ മാടി വിളിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ ഒളിച്ചിരുന്ന ഒറ്റയടിപ്പാതകൾ, അതിൻ്റെ അരികുകളിലെ വേലിപ്പത്തലുകളിൽ പൂത്തുനിന്നിരുന്ന ചെമ്പരത്തിപ്പൂക്കൾ, നമുക്ക് കട്ടുപറിക്കാൻ വേണ്ടി മാത്രം കായ്ച്ചു നിന്ന ചാമ്പയ്ക്കകൾ, പേരയ്ക്കകൾ, വളവിൽ തലയുയർത്തി നിന്നിരുന്ന മാവിലെ മാങ്ങകൾ, എന്നും കൗതുകത്തോടെ മാത്രം എണ്ണി ഒതുക്കി വെച്ചിട്ടുള്ള മഞ്ചാടിക്കുരു, ഇടയ്ക്കിടയ്ക്ക് വേലിപ്പത്തലിൽ നിന്ന് നാക്ക് നീട്ടി കാണിച്ച ഓന്തുകൾ, എന്തിനോ വേണ്ടി ഓടി അടുത്ത് വന്ന് തിരിച്ചോടിപ്പോകുന്ന അരണക്കുഞ്ഞുങ്ങൾ, പൊന്തക്കിടയിലെങ്ങാനും എന്ന് ശബ്ദം കേട്ടാൽ പേടിക്കാനാണ് നിർദ്ദേശം. പാമ്പിൻ്റെ വിളിയായിരിക്കും അത്. ആ വഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരുന്നില്ല, നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. ഓർക്കുക, ഇപ്പോൾ അവരൊക്കെ എവിടെയാണ് എന്ന്. ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ നിങ്ങളോടൊപ്പം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. നമ്മൾ കുറച്ചുകൂടി വലുതായി, ഒരു 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലുമൊക്കെയായി. ആ സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് കൂട്ടുകാരുമുണ്ടാകും. പിന്നെ കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് പോക്കായി. പ്രിയനുണ്ട് നിങ്ങളുടെ കൂടെ ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഒപ്പം ഒരുപാട് പേരുണ്ടെങ്കിലും കൂടുതൽ ഇഷ്ടം ഒരാളോടാകും. യാത്രയിൽ കിട്ടുന്ന എന്തിൻ്റെയും പകുതി അവകാശം ആ ആൾക്കായിരിക്കും. വഴിയരികിൽ മൂർച്ചയുള്ള മുള്ളുകളുണ്ടാകും. ചിലപ്പോൾ തൊട്ടാവാടിയുടെ മുള്ളുകൊണ്ട് കാലിൽ പോറലുകൾ വീണിട്ടുണ്ടാകും. നീറ്റൽ കൊണ്ട് നമ്മളൊന്ന് നിലവിളിക്കുമ്പോൾ തുപ്പൽ പുരട്ടി തന്നിരുന്ന നമ്മുടെ ഏറ്റവും അരികെയുണ്ടായിരുന്നയാൾ. സ്കൂളിലേക്കുള്ള വഴിയിലെ പൂവുകളും പൂമ്പാറ്റകളും പിന്നെ നിധി പോലെ സൂക്ഷിച്ചു വെച്ച കല്ല് പെൻസിലുകളും ആ സ്നേഹത്തിനുള്ളതായിരുന്നു. അവിടെ പകർന്നു കൊടുത്തിരുന്നത് കിനാവുകൾ കൂടിയായിരുന്നു. മാമ്പഴക്കാലത്താണ് ആ വഴിക്ക് ഏറ്റവും മധുരമുണ്ടാവുക. കണ്ണിമാങ്ങകൾ നോക്കി കാറ്റിനെ കീറിമുറിച്ച് മാവുകളിലേക്ക് എത്രയെത്ര കല്ലുകൾ മത്സരിച്ച് ചെന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ടുണ്ടാവുക കുപ്പായത്തിൽ പുരണ്ട കണ്ണിമാങ്ങയുടെ കറയാവും.
കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ, നിങ്ങളുടെ കൂടെ.